നമസ്കാരം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ലക്ഷണങ്ങളിലൂടെ മഞ്ഞപ്പിത്തം നമ്മുടെ ശരീരത്തിൽ പിടിമുറുക്കാറുണ്ട്. എന്താണ് മഞ്ഞപ്പിത്തം, അത് എങ്ങനെ തിരിച്ചറിയാം, അറിയാതെ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം എന്താണ് മഞ്ഞപ്പിത്തം എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ നശിക്കുമ്പോൾ ബിലിറൂബിൻ എന്നൊരു മഞ്ഞ നിറമുള്ള വസ്തു ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ ഇത് കരളിലൂടെ പ്രോസസ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളും. എന്നാൽ കരളിലോ പിത്തസഞ്ചിയിലോ ഉള്ള പ്രശ്നങ്ങൾ കാരണം ഈ ബിലിറൂബിൻ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് ത്വക്കിനും കണ്ണിനും മഞ്ഞ നിറം വരുന്നത്. ഇതാണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം വരാനുള്ള കാരണങ്ങൾ നോക്കാം. ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ കരളിൽ അണുബാധയുണ്ടാക്കി മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം. അമിതമായ മദ്യപാനം കരളിന് കേടുവരുത്തി മഞ്ഞപ്പിത്തത്തിലേക്ക് നയിക്കാം. പിത്തസഞ്ചിയിലെ കല്ലുകൾ പിത്തനാളിയിൽ തടസ്സമുണ്ടാക്കി ബിലിറൂബിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താം. ചിലതരം മരുന്നുകളുടെ അമിത ഉപയോഗം കരളിന് ദോഷകരമായേക്കാം. ചില വ്യക്തികളിൽ ജനിതകപരമായ കാരണങ്ങളാൽ ബിലിറൂബിന്റെ പ്രോസസ്സിംഗ് ശരിയാകാതെ വരാം. ഇതും മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം. പലപ്പോഴും മഞ്ഞപ്പിത്തത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ വളരെ നേരിയതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കാര്യമാക്കാതെ പോയേക്കാം. എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കണ്ണിന്റെ വെള്ളയിലും ത്വക്കിലും നേരിയ മഞ്ഞ നിറം. ഇത് സാധാരണയായി ആദ്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ലക്ഷണമാണ്. രാവിലെ വെളിച്ചത്തിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത് തിരിച്ചറിയാൻ സാധിച്ചേക്കും. അകാരണമായ ക്ഷീണവും തളർച്ചയും മഞ്ഞപ്പിത്തത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഭക്ഷണം കഴിക്കാൻ തോന്നാത്തതും രുചിയില്ലായ്മയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. സാധാരണയേക്കാൾ കടുത്ത മഞ്ഞ നിറം മൂത്രത്തിനുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് ബിലിറൂബിന്റെ അളവ് കൂടിയതുകൊണ്ടാകാം. മലത്തിന് മഞ്ഞയോ കടുത്ത തവിട്ടോ നിറം ലഭിക്കുന്നത് ബിലിറൂബിൻ പിത്തനാളിയിലൂടെ പുറന്തള്ളപ്പെടാത്തതുകൊണ്ടാണ്. കരൾ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.